ഹായ്, വെറും ഒരു തേങ്ങയും കുറച്ച് സാധനങ്ങളുമായി നമുക്കൊരു ചായക്കടി ഉണ്ടാക്കിയാലോ? അതിനായി ഒരു ബൗളിലേക്ക് അല്പം ചിരകിയ തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അല്പം ജീരകം എന്നിവ ഒരു മിക്സീൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. നല്ലവണ്ണം പേസ്റ്റ് ആക്കാൻ പാടില്ല. ഇങ്ങനെ കറക്കിയെടുത്ത ഈ മിശ്രിതത്തിലേക്ക് അല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്ത മിശ്രിതത്തിലേക്ക് ഒരു കഷ്ണം ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ആദ്യമേ ഇട്ട് കൊടുക്കാത്തത് അതിൻ്റെ അകത്ത് നിന്നും വെള്ളം ഊറി വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതെല്ലാം മാവൊക്കെ റെഡിയായതിന് ശേഷമേ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഈ കുഴച്ച മാവിൽ നിന്നും കുറച്ചെടുത്ത് പരിപ്പ് വടയാക്കുന്ന അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ എല്ലാം പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കണം. അതിനായി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച വട ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. ഒരു വശം കുറച്ച് നിറം മാറുമ്പോൾ തിരിച്ച് ഇട്ട് കൊടുത്ത് അങ്ങനെ ഇരുവശവും നല്ലവണ്ണം ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വറുക്കണം. ഇങ്ങനെ എല്ലാ വശവും നല്ല ബ്രൗൺ നിറമായി വന്നാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എണ്ണയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പുറമേ ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമായ ഒരു അടിപൊളി വടയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചായക്ക് കടിയായ ഒരു നല്ലൊരു സ്നാക്സാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.